വെൽഡൺ മിച്ചൽ കീപ് ഇറ്റ് അപ്പ്. ഉസ്മാൻ താരിഖിനെ നേരിടാൻ താൻ നിർദ്ദേശിച്ച തന്ത്രം ആദ്യമായി മൈതാനത്ത് പയറ്റിയ ന്യൂസിലൻഡ് താരം ഡാരൽ മിച്ചലിനെ പിന്തുണച്ച് അശ്വിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം PSL-ൽ നടന്ന രസകരമായൊരു സംഭവവും അതിനെ തുടർന്ന് ക്രിക്കറ്റ് സർക്കിളുകളിൽ നടക്കുന്ന ചർച്ചയുമൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് നിറയെ. PSL-ൽ ക്വറ്റ ഗ്ലാഡിയേറ്റേഴ്സും റാവൽപിണ്ടിസും തമ്മിൽ അരങ്ങേറിയ മത്സരം. റാവൽപിണ്ടിസ് ഇന്നിംഗ്സിലെ 9ാം ഓവർ മിച്ചലാണ് ക്രീസിൽ. ബോളിംഗ് എൻഡിൽ ഉസ്മാൻ താരിഖ് തൻ്റെ 4ാം പന്തെറിഞ്ഞു തുടങ്ങുന്നു. പാക് താരം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ബോൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള പോസ്റ്റ് ചെയ്തതും മിച്ചൽ അങ്ങ് മാറിക്കൊടുത്തു. തൊട്ടടുത്ത പന്തിലും ഇതുതന്നെ സംഭവിച്ചു. ഇതോടെ അമ്പയർ വിഷയത്തിൽ ഇടപെട്ട് ഡാരൽ മിച്ചലിനെ താക്കീത് ചെയ്തു. ഇതോടെ ലോകകപ്പ് സമയത്ത് അശ്വിൻ താരിഖിൻ്റെ പന്ത് നേരിടാൻ ഇന്ത്യൻ താരങ്ങൾ അടക്കമുള്ളവർക്ക് പറഞ്ഞു കൊടുത്തൊരു ഐഡിയ ചർച്ചയായി. താരിഖ് പന്തെറിയുന്നതിന് മുമ്പ് പെട്ടെന്ന് ആക്ഷൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ പന്തെറിഞ്ഞ് നിർത്തി എന്ന് കരുതി ബാറ്റർക്ക് ക്രീസിൽ നിന്ന് മാറി നിൽക്കാം. എന്നിട്ട് ഇക്കാര്യം അമ്പയറോട് സൂചിപ്പിക്കാം. അതവർക്ക് വലിയ തലവേദന ഉണ്ടാക്കും. ഞാൻ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ചെയ്യും. പന്ത് എപ്പോഴാണ് റിലീസ് ചെയ്യുക എന്ന് എനിക്കറിയില്ലെന്ന് അമ്പയറോട് പറയാം. ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത് അമ്പയറുടെ ഉത്തരവാദിത്തമാണെന്നും അശ്വിൻ അന്ന് പറഞ്ഞിരുന്നു. അശ്വിൻ ഡാരൽ മിച്ചലിന്റെ സംഭവത്തിന് ശേഷവും ഇത് തന്നെ ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ അമ്പയർമാരാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ഉസ്മാന്റെ പോസ്റ്റ് കൺസിസ്റ്റന്റ് അല്ല എങ്കിൽ ബാറ്റർമാർക്ക് ഒഴിഞ്ഞു മാറാനുള്ള എല്ലാ അവകാശവുമുണ്ട്. കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എതിർ ബാറ്റർമാരും ക്യാപ്റ്റന്മാരും ഈ വിഷയം അമ്പയറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. വെൽഡൺ മിച്ചൽ അശ്വിൻ കുറിച്ചിട്ടു. ഇതിനു പുറകെ ഉസ്മാൻ താരിഖ് ഡാരൽ മിച്ചലിന് വലിയൊരു മുന്നറിയിപ്പുമായി രംഗത്തെത്തി. മിച്ചലിന്റെ പ്രവൃത്തി ഫൗൾ പ്ലേ ആണെന്നാണ് ഉസ്മാന്റെ വാദം. ബാറ്റർ മനഃപൂർവ്വം സമയം കളയുകയോ ബോളറുടെ ശ്രദ്ധ തിരിക്കുകയോ ചെയ്താൽ അത് നിയമവിരുദ്ധമാണ്. അമ്പയർക്ക് മുന്നറിയിപ്പ് നൽകാനും ആവർത്തിച്ചാൽ എതിർ ടീമിന് 5 റൺസ് പെനാൽറ്റിയായി നൽകാനും അധികാരമുണ്ട്, താരിഖ് കുറിച്ചിട്ടു. ലോകകപ്പിന് തൊട്ട് മുമ്പ് അരങ്ങേറിയ പാകിസ്ഥാൻ-ഓസ്ട്രേലിയ T20 പരമ്പരയിലാണ് ഉസ്മാൻ താരിഖിന്റെ ആക്ഷൻ വിവാദമായത്. ഉസ്മാന്റെ പന്തിൽ പുറത്തായി മടങ്ങുമ്പോൾ ഇതെന്താ മാങ്ങേറോ എന്ന ഭാവത്തിൽ പ്രതികരിച്ച് മടങ്ങുന്ന കാമറൂൺ ഗ്രീന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. പിന്നീട് താരിഖ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിന് മറുപടി നൽകി. ആഫ്റ്റർ ഗെറ്റിംഗ് ഔട്ട് എന്ന് തലവാചകം എഴുതി കരഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയുടെ മീമാണ് പാക് താരം പോസ്റ്റ് ചെയ്തത്. കാമറൂൺ ഗ്രീനെ ഉന്നം വെച്ചുള്ളതാണ് അതെന്ന് വ്യക്തമായിരുന്നു. താരിഖിന്റെ ബോളിംഗ് ആക്ഷൻ പലപ്പോഴും വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. പാക് താരം പന്ത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അസാധാരണമായി നടത്തുന്ന പോസാണ് ആക്ഷനിൽ പലരും സംശയം ഉന്നയിക്കാൻ കാരണം. ചെറിയൊരു റണ്ണപ്പ് നടത്തിയതിനു ശേഷം പന്തെറിയാൻ ആരംഭിക്കുന്ന താരത്തിന്റെ കൈകൾ 2 സെക്കൻഡ് നേരം നിശ്ചലമായതിനു ശേഷമാണ് റിലീസ് ചെയ്യുന്നത്. താരിഖിന്റെ കൈമുട്ട് വളയുന്നുണ്ടെന്നും ഇത് ഇല്ലീഗൽ ആക്ഷൻ ആണെന്നും പലരും ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ താരിഖിന്റെ ആക്ഷനിൽ വലിയ പ്രശ്നങ്ങളുള്ളതായി ICC ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 2024 പാകിസ്ഥാൻ സൂപ്പർ ലീഗിലാണ് ആദ്യമായി താരിഖിനെതിരെ ആരോപണമുയരുന്നത്. അന്ന് നാഷണൽ ക്രിക്കറ്റ് അക്കാദമി താരത്തിന്റെ ആക്ഷനിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി. തൊട്ടടുത്ത സീസണിൽ വീണ്ടും ആരോപണമുയർന്നു. വീണ്ടും അക്കാദമിയുടെ ടെസ്റ്റിന് വിധേയനായ താരം അതും ക്ലിയർ ചെയ്തു. ഫോമർ ഇന്റർനാഷണൽ അമ്പയറും ഇന്ത്യക്കാരനുമായ അനിൽ ചൗധരിയും ചില മുൻ താരങ്ങളുമൊക്കെ താരിഖിന്റെ ആക്ഷനിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ T20 ലോകകപ്പിൽ അത്ര മോശമല്ലാത്ത പ്രകടനങ്ങളാണ് താരിഖ് കാഴ്ചവെച്ചത്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒളിപ്പിച്ചു വെച്ച മിസ്റ്ററിയാണ് താരിഖ് എന്നായിരുന്നു ക്ലാസിക് പോരിന് മുമ്പ് നടന്ന പ്രചാരണങ്ങൾ. എന്നാൽ പാകിസ്ഥാൻ തോറ്റ ആ മത്സരത്തിൽ 1 വിക്കറ്റായിരുന്നു താരിഖിന്റെ സമ്പാദ്യം. അതേസമയം 6 എക്കോണമിയിലാണ് താരം ഇന്ത്യക്കെതിരെ പന്തെറിഞ്ഞത്. 4 ഇന്നിംഗ്സിൽ നിന്ന് 10 വിക്കറ്റാണ് താരിഖ് ലോകകപ്പിൽ ആകെ പോക്കറ്റാക്കിയത്. നമീബിയക്കെതിരെ 16 റൺസ് വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തിയതായിരുന്നു മികച്ച പ്രകടനം.